ऐसे कौन खाना देता है? हर हर महादेव। ഈ ഒരു വീഡിയോ നിങ്ങളിൽ പലരും സോഷ്യൽ മീഡിയ വഴിയോ അതല്ല വാട്സപ്പ് മെസ്സേജ് വഴിയോ നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവുക. അതിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു നിമിഷം നിങ്ങളത് കണ്ട് ഷെയർ ചെയ്തിട്ടുണ്ടാവുക, ചിലരത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടാവുക, ചിലരത് ഒന്ന് ഓടിച്ച് നോക്കി പല കമൻറ്റുകൾ ഇട്ടിട്ടുണ്ടാവാം, ചിലരത് പല സംഘടനകൾക്ക് അയച്ചു കൊടുത്തത് സപ്പോർട്ട് എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും നോക്കിയിട്ടുണ്ടാകും. പക്ഷേ എന്ത് തന്നെയായാലും ഇന്ന് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്നത് കുട്ടികളാണ്. നമ്മളതിന് പല വാർത്തകളും കണ്ടിട്ടുണ്ട്. അവിടെ 100 പേര് മരിച്ചു, ഇവിടെ 100 പേര് മരിച്ചു, സ്കൂളിൽ ബോംബിട്ടു. ഇതെല്ലാം നമ്മളെല്ലാവരെയും നമ്മൾ അസ്വസ്ഥരാക്കുന്നതാണ്. പക്ഷേ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്ന കുട്ടികളാണെന്ന് പറയാൻ കാരണം അവർ അച്ഛനമ്മയെ നഷ്ടപ്പെട്ട ചെറുപ്രായത്തിൽ നമുക്കറിയാമല്ലോ, 6, 7, 8, 10, 12, 14 വയസ്സുള്ള കുട്ടികൾക്ക് അവർക്ക് സ്വന്തമായിട്ട് ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ എന്ത് ചെയ്യണമെന്ന് അറിയാത്ത ഒരു മനസ്സാണ്. അപ്പോൾ അവർ വളർന്നു വരുന്ന എങ്ങനെ ഏത് രീതിയിലല്ലേ വളർത്തിക്കൊണ്ട് വരാം. അവരെ ചിലപ്പോൾ മോശമായിട്ട് വളർത്താം. അവിടെ നിൽക്കുന്ന നല്ല ആൾക്കാരാണെങ്കിൽ അവർ നല്ല രീതിയിൽ വളരാം. നമുക്കറിയില്ല കുഞ്ഞുങ്ങൾ ഏത് രീതിയിലാണ് പോകുക എന്നുള്ളത്. പക്ഷേ അവരും ഈ ലോകത്ത് ജനിച്ചത് ഏതോ ഒരു അച്ഛനമ്മയ്ക്ക് ജനിച്ചു. പക്ഷേ അവരും ഈ ലോകത്തിൻ്റെ ഒരു പാർട്ടാണ്. നമ്മളെപ്പോലെ അവർക്കും വിചാരങ്ങളുള്ള, സ്നേഹം ഇഷ്ടപ്പെടുന്ന, സ്നേഹം ആഗ്രഹിക്കുന്ന, സ്നേഹിക്കാൻ വേണ്ടി കൊഞ്ചുന്ന നമ്മൾ ആ കുഞ്ഞു മനസ്സ് നമുക്ക് അവരെ കണ്ണുകളിലേക്ക് നോക്കിയാൽ ഒരിക്കലും ഒരു മനുഷ്യന് അവനോടൊരു ദേഷ്യം വരില്ല. കൊച്ചു കുഞ്ഞുങ്ങളെ കണ്ട് ആർക്കാണ് ഇഷ്ടപ്പെടാതിരിക്കുക. അപ്പോൾ ഞാൻ ഈ വീഡിയോ കണ്ടപ്പം ചോറ് എറിഞ്ഞു കൊടുക്കുകയാണ്. നമുക്ക് അത് ആവേശത്തോടെ തിന്നണം. വിശപ്പിൻ്റെ വിലയാണ് കാണുന്നത്. ഇപ്പോൾ ലോകത്തിൽ വിശപ്പിൻ്റെ വില അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ കഷ്ടപ്പെടാതെ വന്ന ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ ക്രൂര മനസ്സുള്ള ആൾക്കാരായിരിക്കും ഇങ്ങനെ കുഞ്ഞുങ്ങളോട് പെരുമാറുന്നത്. പക്ഷേ ഇതൊക്കെ വളരെ മോശമാണ് ഈ വീഡിയോ കാണുന്നതിന്. പക്ഷേ ഇന്ന് ലോകത്ത് ഏറ്റവും കഷ്ടപ്പെടുന്ന കുട്ടികളെന്ന് പറയാനും കാരണം ഇന്നത്തെ ഈ ലോകത്തെ പ്രതിസന്ധി, ഇന്ന് യുദ്ധങ്ങൾ പലയിടത്തും ഉണ്ടാകുന്നു. അതിൽ നിന്ന് ഏറ്റവും കൂടുതൽ അച്ഛനമ്മയെ നഷ്ടപ്പെടുന്ന കുട്ടികളുണ്ട്. ആ കുഞ്ഞുങ്ങളൊക്കെ അത് കഴിഞ്ഞ് എങ്ങോട്ട് പോകുന്നുണ്ടെന്ന് ആർക്കും അറിയില്ല. ചിലരവരെ സംരക്ഷിക്കുന്നുണ്ട്, ചിലർ സംഘടന ഏറ്റെടുക്കുന്നുണ്ട്. പക്ഷേ എന്ത് തന്നെയായാലും അവർക്ക് പൂർണ്ണമായ സുരക്ഷ കിട്ടുന്നുണ്ടോ, അത് കഴിഞ്ഞ് അവരെങ്ങോട്ട് പോയി അവർ വളർന്നിട്ട് എന്ത് ചെയ്തു എന്നുള്ള ഒരു സമൂഹത്തിനും അറിയാത്ത കാര്യമാണ്. അതുകൊണ്ട് നിലവിൽ നമ്മൾ ഈ ഒരു 2026 വർഷം കുട്ടികൾക്കായി മാറ്റിവെക്കുക. ലോകത്ത് ഒരുപാട് പരിക്കുകൾ പറ്റിയാൽ ബുദ്ധിമുട്ട് നഷ്ടപ്പെടുന്ന അംഗവൈകല്യം സംഭവിച്ച അല്ലെങ്കിൽ അച്ഛനമ്മയും നഷ്ടപ്പെട്ട കുട്ടികളെ നമ്മൾ കണ്ടെത്തി ഏതെങ്കിലും സംഘടന ഉണ്ടെങ്കിൽ അവരെ ഏൽപ്പിച്ച് അതിൻ്റെ ഫോളോ അപ്പ് ചെയ്യുകയും അവർക്ക് എഡ്യൂക്കേഷൻ, നല്ല ആഹാരം കൊടുത്ത് വളർത്തിക്കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർ സമൂഹത്തിനും ഈ ലോകത്തിനും ഏറ്റവും നന്മയിലുള്ളവരെ മാറും. അവർ വഴിയായിരിക്കും ചിലപ്പോൾ ഒരു ലോകം മാറുക. അവർ അത് കണ്ടിന്യൂ ചെയ്യുകയും ലോകത്തെ ഏറ്റവും കൂടുതൽ ആൾക്കാരെ സഹായിക്കുന്ന ഒരു മനസ്സുള്ള ഒരു വ്യക്തിത്വമായിട്ട് ആ കുട്ടികളെ വളർന്നു വരികയും ചെയ്താൽ ലോകത്തിന് ഉണ്ടാകുന്ന ഏറ്റവും വലിയ മാറ്റമായിരിക്കും. ബോംബോ മിസൈലോ അധികാരമോ കൊണ്ട് നമുക്ക് ലോകം കീഴടക്കാൻ പറ്റില്ല. ഒരു മനുഷ്യനെ മനസ്സുകൊണ്ട് നമുക്ക് കീഴടക്കുന്ന പോലെ ഒരിക്കലും നമുക്ക് ആയുധം കൊണ്ടോ അധികാരം കൊണ്ടോ കീഴടക്കാൻ പറ്റില്ല. ആ കുഞ്ഞുങ്ങളുടെ മനസ്സ് മനസ്സിലാക്കി അവരെ സംരക്ഷിക്കാൻ പറ്റിയാൽ ലോകത്ത് നൽകാൻ പറ്റുന്ന ഏറ്റവും നല്ല സന്തോഷമായിരിക്കും അത്. ലോകത്ത് നിലനിൽപ്പും ആ കുഞ്ഞുങ്ങളിലായിരിക്കും. എല്ലാവർക്കും നല്ല ദിവസത്തിന് ആശംസിക്കുന്നു.